നമസ്കാരം. സൂരജ് പാലക്കാരനാണ്. സത്കർമ്മ നല്ലൊരു കാര്യം, നല്ലൊരു വിഷയമാണ് കൂടുതലും നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വ്യത്യസ്തമായൊരു വിഷയം നിങ്ങളോട് പറയുവാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നിങ്ങളെ കുറേ ഓട്ടോ കാണിച്ചല്ലേ. ഓട്ടോ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പലരും പറയാറുണ്ട്, ഓട്ടോക്കാരത്ര ശരിയൊന്നും അല്ല അല്ലേ. ഓട്ടോക്കാര് എല്ലാവർക്കും ഒരു പുച്ഛമാണ്, ഓട്ടോക്കാരെ മാത്രം. വാഹനങ്ങളിൽ ഏറ്റവും പുച്ഛിക്കുന്ന ആളുകളാണ് ഓട്ടോക്കാരെന്നാണ് എനിക്ക് തോന്നിയിട്ട്. പോലീസുകാർക്ക് പുച്ഛം, വണ്ടിയെ കയറുന്നവർക്ക് പുച്ഛം. ഇവരേതാണ്ട് വലിയ തെറ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നിങ്ങളെ കുറേ ഓട്ടോ കാണിച്ചു അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ഒരു കോവളം ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഓട്ടോ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 3:30 ഈ 3:30 സമയത്ത് പോലും കൈനീട്ടം പോലും ഓടാത്ത ഓട്ടോക്കാരാണ് ഇവിടെ ഉള്ളത്. കൈനീട്ടം പോലും ഓടാത്ത ഓട്ടോക്കാരാണ് ഇവിടെ ഉള്ളത്. അവിടുത്തെ ചേട്ടന്മാരൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതുണ്ടോ, അവിടെ ഇവിടെയൊക്കെ പോസ്റ്റായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സത്യം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ ഓട്ടോയിൽ കയറും, 25 രൂപ ഇല്ലെങ്കിൽ 30 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഒന്നറിയിക്കും. 30 എന്ന് പറയുമ്പം 25 പോരെ, കഴിഞ്ഞ ആഴ്ച വരെ 20 ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന അവസ്ഥ സ്വാഭാവികമായിട്ട് നമുക്കുണ്ട്. അതിന്റെ സത്യാവസ്ഥ നിങ്ങളിവിടെ ഒന്ന് അറിയണം. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഓട്ടോക്കാരെ ടാക്സ് കൊടുക്കുന്നു. ഒരു ദിവസം 1 ലിറ്റർ ഡീസൽ അല്ലെങ്കിൽ 1 ലിറ്റർ പെട്രോളിൽ 35 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിനും നമ്മുടെ സർക്കാരിനും ഇവർ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഏകദേശം 10 ലിറ്റർ ഡീസലെങ്കിലും അടിച്ചാൽ മാത്രമേ ഒരു ദിവസം 1000 രൂപയ്ക്ക് ഓടാൻ പറ്റുള്ളൂ അല്ലേ. ശരിയല്ലേ? 1000 രൂപയ്ക്ക് ഓടണമെങ്കിൽ ഏകദേശം 10 ലിറ്റർ ഡീസൽ അടിക്കണം. അപ്പം 35 × 10 നിങ്ങൾ കൂട്ടിയാൽ മതി. നമ്മുടെ കേരളത്തിൽ ഏകദേശം 25 ലക്ഷം ഓട്ടോക്കാരാണുള്ളത്. അതിൽ 20 ലക്ഷം പേരും സ്ഥിരമായിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി ഓടുന്നവരാണ്. അപ്പം ഗവൺമെന്റിന് കിട്ടുന്ന വരുമാനം നിങ്ങൾ ഏകദേശം ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇത്രയും വരുമാനം ഗവൺമെന്റിന് കൊടുക്കുന്ന ഓട്ടോക്കാരെയാണ് നമ്മൾ വെറുതെ പുച്ഛിക്കുന്നത്. കാരണം എല്ലാത്തിലും ഉണ്ടല്ലോ, ഏത് ഫീൽഡായാലും അതിൽ നല്ലതും ചീത്തയുണ്ട്. ഏതോ ഇങ്ങനെ ഒരു ഓട്ടോക്കാര് ഒരു മോശം കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാരെ മൊത്തം അടച്ചു പറയുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നവരാണ് ഈ സ്റ്റാൻഡിലുള്ളവരും ഏത് സ്റ്റാൻഡിലുള്ളവരും. കാരണം ഏത് സഹായം എന്നെയൊക്കെ പലപ്പോഴും, എന്നെ മാത്രമല്ല പലരെയും പല കാര്യങ്ങളിലും ഒരു ആവശ്യ ഘട്ടങ്ങളിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചോട്ടെ ആദ്യം അവിടെ ഓടിയെത്തുന്ന ഒരു ഓട്ടോക്കാരനാണ്. നമ്മുടെ നാട്ടിലൊരു കല്യാണം ഉണ്ടായിക്കോട്ടെ ആദ്യം അവിടെ ഓടിയെത്തുന്ന ഒരു ഓട്ടോക്കാരനായിരിക്കും. ഒരു മരണം ഉണ്ടായിക്കോട്ടെ ഓർത്താലറിയാം അവർ തന്നെയായിരിക്കും ആദ്യം ഓടിയെത്തുന്നത്. അതുകൊണ്ട് എനിക്കറിയാം ഇതിന്റെ അടിയിൽ നിങ്ങളിങ്ങനെ നെഗറ്റീവ് കമന്റ്സ് മാത്രം എഴുതും. തിരുവനന്തപുരത്തെ ഓട്ടോക്കാർ ശരിയല്ല, കൊല്ലത്തെ ഓട്ടോക്കാർ ശരിയല്ല, എറണാകുളത്തെ ഓട്ടോക്കാർ ശരിയല്ല. ആയിക്കോട്ടെ, ശരികേടുകൾ എല്ലാത്തിലും കാണും. പക്ഷെ ശരിയുള്ളവരെ നിങ്ങൾ ശരികേടാക്കി കാണരുത്. ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ അങ്ങനെ ഉണ്ടോ? ഓട്ടോ ഒക്കെ ഉണ്ടോ? കുഴപ്പമില്ല. അങ്ങനെ ഓട്ടോ ഉണ്ടോ? കുറവാണ്. കുഴപ്പമില്ലതേ പറയുള്ളൂ. എന്നാലും ഇവര് സന്തോഷം കേട്ടോ. ഇവരിപ്പോ ഇവിടെ ഇരുന്ന് ഒരു കൂട്ടായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. വൈകിട്ടാകുമ്പോഴാണ് വിഷമം. വൈകിട്ടാകുമ്പോൾ ഓട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും അല്ലെ. അതുവരെ ഒരു ഈവനിങ് ആകുന്ന ഒരു സമയം വരെ കുഴപ്പമില്ല അല്ലെ. വൈകുന്നേരം ആകുമ്പോഴത്തേനും വിഷമം വരും. കാരണം എല്ലാവർക്കും ഓരോ പ്രാരാബ്ധവും കുട്ടികളുണ്ടായിരിക്കും, നല്ല രീതിയിൽ പഠിക്കുന്ന ഉള്ളവരുണ്ടായിരിക്കാം, വീട്ടിൽ ഒരുപാട് കടബാധ്യതയുള്ളവരുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ പെങ്ങൾക്ക് ക്യാൻസർ ആണല്ലേ. എത്ര നാളായി ചികിത്സിക്കുന്നു? 2 കൊല്ലമായിട്ട് ചികിത്സിക്കുന്നവരാ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. പല ഓട്ടോക്കാരിൽ ചിലരിൽ ഒരാൾ ചെയ്യുന്ന കുറ്റത്തിന് എല്ലാവരെയും നിങ്ങൾ അടച്ചു പറയരുത്. ഓട്ടോക്കാര് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടന്മാർ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്. പ്രളയം വന്ന സമയത്തും നമ്മൾ വഞ്ചി തുഴയുന്നവരെ മാത്രമാണ് കണ്ടത്. അവരെക്കുറിച്ച് മാത്രം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ അറിയാതെ വലിയ ഒരു കോൺട്രിബ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇവരെയൊന്നും ആരും കാണുന്നില്ല. ആകെ നമ്മൾ ഓട്ടോക്കാരെ കുറിച്ച് പറയുമ്പം മണിച്ചേട്ടനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാരണം മണിച്ചേട്ടൻ ഓട്ടോ ഓടിച്ചു വന്നു, പിന്നെ അദ്ദേഹം സിനിമയിൽ വന്നു, പിന്നെയും അദ്ദേഹത്തിന്റെ ഓട്ടോ മനുഷ്യൻ മാത്രമാണ് ഒരു ഐഡന്റിറ്റി കൊടുത്തിട്ടുള്ളത് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് അല്ലേ. ഒന്നും സാരമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഓട്ടോക്കാരോട് തർക്കിക്കാൻ പോകരുത്. അവരും സാധുക്കളാണ്. എല്ലാവരും നല്ലതും നല്ല അറിയുന്നത്. എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. ഓട്ടോക്കാരും നമ്മുടെ കൂടെയുള്ളവരാണ്. ഒരുപാട് നന്മകൾ അല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ല, ഒന്നും പറയാനില്ല. ഇച്ചിരി മാത്രമാണുള്ളത്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നമ്മളെ ദ്രോഹിക്കാതിരുന്നാ മതി. പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതൽ എനിക്ക് തോന്നി പോലീസുകാരൊക്കെ ഒരുപാട് അല്ലേ ശരിക്കും ചൂഷണം ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒന്നല്ല പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിക്കാരാണ്. ഇൻഷുറൻസ് കമ്പനിക്കാൻ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഒരു വണ്ടിക്ക് ഒരു കൊല്ലത്ത് നമ്മൾ 15,000 രൂപ അടയ്ക്കണം ഒരു വണ്ടിക്ക്. നിങ്ങൾ ലോണൊക്കെ എടുത്ത് ബാങ്ക് ലോൺ എടുത്ത വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. അപ്പോഴത്തെ ഒരു വണ്ടിക്ക് ഇപ്പോഴത്തെ ഇൻഷുറൻസ് വന്നിരിക്കുന്ന പറഞ്ഞാൽ 10,000 രൂപ അടുപ്പിച്ചാണ് വരുന്നത്. ആണല്ലേ. കാരണം നമ്മൾ 10,000 രൂപ എടുത്ത് വെറും ജസ്റ്റ് തിരിച്ചു തരുന്ന 20 രൂപ മാത്രമാണ് ഒരു കൊല്ലത്തേക്ക് തരുന്നത്.
ഒരു കൊല്ലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് 10000 രൂപ. അതാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇൻഷുറൻസിന്റെ ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ. ഇൻഷുറൻസിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. പിന്നെ തിരുവനന്തപുരം പോലുള്ള ടൗണിൽ, എറണാകുളം പോലുള്ള ടൗണുകളിൽ ഒന്ന് പാർക്കിംഗ് അറിയാതെ ഒന്ന് നോ പാർക്കിംഗ് ഏരിയയിൽ ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ തൊട്ട് 1000 രൂപ വരെ പെറ്റിയടപ്പിക്കുന്നുണ്ട് അല്ലേ? ഇവിടേക്ക് ഇവിടേക്ക് 400 രൂപയാണെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം ചെറിയ കാര്യമല്ലേ? ഇവരെയൊക്കെ ഒന്ന് വെറുതെ വിട്. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ഓട്ടോക്കാരന്മാരും നമ്മുടെ സഹോദരന്മാരാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. അറിവില്ലാത്തവരും അറിയട്ടെ ഓട്ടോക്കാരെ കുറിച്ച്. ഓട്ടോക്കാർ നമ്മുടെ സഹോദരന്മാരാണ്, നമ്മുടെ ചേട്ടന്മാരാണ്, നമ്മുടെ അയൽവൽക്കംകാരാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ നന്മയാണ്. നന്ദി. വിട പറയുന്നു. ഭയമില്ലാതെ നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.